കോട്ടയത്തെ ആൻഡ്രിക്കിൻ്റെ വീട്ടിൽ ഓപ്പൺ ബാൽക്കണിയിൽ അലസമായി എങ്ങോട്ടോ മിഴികൾ നട്ടിരിക്കുകയായിരുന്നു സീത. അപ്പോഴാണ് അവളെ അന്വേഷിച്ച് ആൻഡ്രിക് അവിടേക്ക് വന്നത്. കണ്ടാലറിയാം ഏതോ ആലോചനയിലാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് പുറംകൈ കൊണ്ട് മിഴികൾ അമർത്തി തുടയ്ക്കുന്നുണ്ട്. അതൊന്ന് നോക്കിക്കൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ അവൾക്കടുത്തേക്ക് നടന്നു. തോളിൽ തണുത്ത കരസ്പർശം അറിഞ്ഞാണ് സീത ചിന്തകളിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റത്. ആൻഡ്രിക്കിനെ കണ്ടതും അവൾ നിറഞ്ഞ മിഴികൾ മറയ്ക്കാനെന്ന പോലെ അവനിൽ നിന്നും മുഖം തിരിച്ചു. താൻ കരഞ്ഞോ? അവൾക്കടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അതിനവൾ ഒന്നും മിണ്ടിയില്ല. മുഖം തിരിച്ചിരുന്നതേയുള്ളൂ. സീത സ്വപ്നയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് കാണെ ആൻഡ്രിക്കിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ആയാലും അവന് സ്വപ്നയോട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം താനും പലതിനും കാരണമായിട്ടുണ്ടല്ലോ എന്നോർക്കെ മൗനം പാലിക്കുകയായിരുന്നു അവൻ. സീത, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? സ്വപ്നയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് നീ കാരണമാണോ? അല്ലല്ലോ, അവൾ സ്വയം വരിച്ചു വെച്ചതല്ലേ? അല്പം കടുപ്പത്തിൽ അവൻ ചോദിക്കുമ്പോൾ സീത അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നത് എൻ്റെ ചേച്ചിയാ. അത് പറയുമ്പോൾ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. ഒരു ചേച്ചി. അലസമട്ടിൽ പുച്ഛത്തോടെയുള്ള അവൻ്റെ ഭാവം കാണി സീതയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. എങ്കിലും അവൾ അവനോട് തർക്കിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നിനും നിന്നില്ല. അതിനു പറ്റിയ ഒരു മാനസികാവസ്ഥയായിരുന്നില്ല അവൾക്കപ്പോൾ. സീതയുടെ മനസ്സ് നിറയെ യന്ത്രങ്ങളുടെയും മരുന്നുകളുടെയും സഹായത്തോടെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കിടക്കുന്ന സ്വപ്നയുടെ മുഖം മാത്രമായിരുന്നു. സ്വപ്നയെ കണ്ട നിമിഷം മുതൽ അവളോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും സീതയുടെ മനസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് ചേച്ചിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു അവൾ. സീതയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ആൻഡ്രിക്കിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പെട്ടെന്നായിരുന്നു ആൻഡ്രിക്കിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ഡിസ്പ്ലേയിൽ മമ്മ എന്ന് കണ്ടതും അവൻ വേഗം ഫോൺ എടുത്ത് കാതോടടുപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ചേച്ചിയുടെ വിവരം പറയാനാവും അവർ വിളിച്ചതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ സീത അവനെ ഉറ്റുനോക്കിയിരുന്നു. അവൻ്റെ മുഖത്തെ ഭാവം മാറുന്നതിനനുസരിച്ച് സീതയുടെ ഹൃദയമിടിപ്പും കൂടി വന്നു. കോൾ അവസാനിപ്പിച്ച ആൻഡ്രിക്കിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. സീത അവനടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവൻ്റെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചു. എന്താ അമ്മ എന്താ പറഞ്ഞത്? സീത അക്ഷമയോടെ ചോദിച്ചു. നീ വേഗം പോയി റെഡിയാവ്. സ്വപ്ന, ചേച്ചിക്ക് എന്താ എന്താ ഉണ്ടായ ഈശ്വര, എൻ്റെ ചേച്ചി. അവനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ സീത വല്ലാത്തൊരാവലാതിയോടെ പറയാൻ തുടങ്ങി. നിർത്തടി. ആൻഡ്രിക് അലറിയതും സീത അവൻ്റെ കയ്യിൽ നിന്ന് കൈ പിൻവലിച്ച് ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ചേച്ചി കണ്ണു തുറന്നു. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് അമ്മ പറഞ്ഞത്. പോയി റെഡിയായി വാ, ഞാൻ താഴെ ഉണ്ടാവും. ഗൗരവം ഒട്ടും കുറയ്ക്കാതെ അതും പറഞ്ഞവൻ താഴേക്ക് നടന്നു. ആൻഡ്രിക്കിൽ നിന്ന് കേട്ട വാർത്ത സീതയ്ക്ക് കുറച്ചൊന്നും ആശ്വാസമായിരുന്നില്ല നൽകിയത്. അതുവരെ മനസ്സുരുകി പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങളോടും മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടവൾ മുറിയിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കാർ നിർത്തുമ്പോൾ ആൻഡ്രിക്കിനെ പോലും നോക്കാതെ കാറിൽ നിന്നിറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു അവൾ. കോറിഡോറിലൂടെ ഓടി ICUവിന് മുന്നിൽ എത്തുമ്പോൾ അവിടെയിരിക്കുന്ന മുത്തശ്ശിയെയും അപ്പച്ചനെയും അമ്മച്ചിയെയും കണ്ട് സീത പതിയെ അവർക്കടുത്തേക്ക് നടന്നു. അവരുടെയൊക്കെ ചുണ്ടിൽ ആശ്വാസത്തിൽ കലർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ സമയം. മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് അവൾ അവരെ ഇറുക്കെ പുണർന്നു. ചേച്ചിയെ കണ്ടോ? എന്തെങ്കിലും സംസാരിച്ചോ? ഞാനൊന്ന് കാണട്ടെ. സീതയ്ക്ക് സ്വപ്നയൊന്ന് കണ്ടാൽ മതിയെന്നായിപ്പോയി. സ്വപ്നമോൾ ചെറിയ മയക്കത്തിലാ, കുറച്ച് കഴിഞ്ഞ് കാണാം. മുത്തശ്ശി പറയുമ്പോൾ അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു. അവരുടെ മുഖത്തെ സന്തോഷം കാണി സീതയുടെ ഉള്ളിൽ മഴ പെയ്തു തോർന്ന പ്രതീതിയായിരുന്നു. കാരണം അത്രയും ദിവസം കൊണ്ട് അവർ വല്ലാതെ തളർന്നു പോയിരുന്നു. ഊണും ഉറക്കവുമില്ലാതെ സ്വപ്നയ്ക്ക് വേണ്ടി ആ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവർ. സ്വപ്ന ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വാർത്ത അവരിൽ നിറച്ച സന്തോഷവും ആശ്വാസവും ചെറുതായിരുന്നില്ല. പിന്നീടുള്ള ഓരോ ദിവസവും അവിടെയുള്ളവർ സ്വപ്നയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസം എണ്ണി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ ആൻഡ്രിക് സ്വപ്നയെ കണ്ട് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുവരെ കുറ്റബോധം കൊണ്ട് ആരെയും മിഴികൾ ഉയർത്തി നോക്കാനാവാതെ കിടന്നിരുന്ന സ്വപ്നയിൽ അതൊരു വലിയ ആശ്വാസമായിരുന്നു. അതോടൊപ്പം മാധവിൻ്റെ സാമീപ്യം തന്നെയാണ് ഒരു പരിധിവരെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും. ആക്സിഡൻറ്റിന് ശേഷമുള്ള സ്വപ്നയുടെ ജീവിതം അവൾക്കൊരു രണ്ടാം ജന്മം തന്നെയായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകവേ സ്വപ്നയെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ മാധവും സ്വപ്നയുടെ വീട്ടിൽ തന്നെയാണ്. കൂടെ സീതയുമുണ്ട്. സീത തിരിച്ചു വീട്ടിലേക്ക് വന്നതോടെ ഇന്ദിര മുത്തശ്ശിയും അവിടേക്ക് വന്നു. അതിനിടയിൽ മാധവിൻ്റെ വീട്ടിൽ നിന്നും വിവരം അറിഞ്ഞ് എല്ലാവരും വന്നിരുന്നു.
സ്വപ്നയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് മാത്രമേ അവരോട് മാധവ് പറഞ്ഞിരുന്നുള്ളൂ. അതും സ്വപ്നയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി. സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ലക്ഷ്മി എറണാകുളത്തെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി തുടർന്നു. അതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ എന്ന വ്യാജേന ആൻഡ്രിക് അവിടെ എത്തും സീതയെ കാണാൻ. അത്രയും നാൾ ഒരു നിഴൽ പോലെ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സീത പെട്ടെന്ന് മാറി നിന്നതും അതവനിൽ എന്തെന്നില്ലാത്ത ഒരു തരം ശൂന്യതയാണ് ഉണ്ടാക്കിയത്. ഈ വിട്ടുനിൽക്കൽ തന്നെയാണ് അവരുടെ ഉള്ളിലെ ഇഷ്ടം പുറത്തു കൊണ്ടുവന്നതും. സ്വപ്നയ്ക്ക് ഭേദമായാൽ എത്രയും പെട്ടെന്ന് ഇരുവരുടെയും വിവാഹം നടത്താനാണ് വീട്ടുകാരുടെ തീരുമാനം. സീതയ്ക്കും ആൻഡ്രിക്കിനും അതിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല, മറിച്ച് പൂർണ്ണ സമ്മതമായിരുന്നു. അന്നൊരു രാവിലെ, സീതേ, കഴിഞ്ഞില്ലേ ഒരുക്കം, അവരെത്തിയിട്ടോ? താഴെ നിന്നും അമ്മ രേവതി ഉറക്കെ വിളിച്ചു പറഞ്ഞതും ടേബിളിലിരുന്ന മുല്ലപ്പൂ എടുത്ത് തലയിൽ ചൂടി പടികൾ ഓടിയിറങ്ങി അടുക്കള ഭാഗത്തേക്ക് ഓടി സീത. സീതയുടെയും ആൻഡ്രിക്കിൻ്റെയും വിവാഹകാര്യം വാക്കാൽ പറഞ്ഞുറപ്പിച്ചിരുന്നുവെങ്കിലും ചടങ്ങുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ നടക്കട്ടെ എന്ന് തന്നെയായിരുന്നു ഇരു കൂട്ടരുടെയും അഭിപ്രായം. അതനുസരിച്ച് ആൻഡ്രിക്കിൻ്റെ വീട്ടിൽ നിന്നും സീതയെ പെണ്ണ് കാണാൻ വന്നതായിരുന്നു എല്ലാവരും. അതുപോലെ കെട്ടുറപ്പിക്കുന്ന ചെറിയൊരു ചടങ്ങ് കൂടി നടത്താനായിരുന്നു എല്ലാവരുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ സീതയുടെ ഭാഗത്തു നിന്ന് അടുത്ത ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഒപ്പം ആദിയും അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. സീതയുടെ സഹോദര സ്ഥാനത്ത് നിന്ന് ആദിയും മാധവും ചേർന്നാണ് വന്നവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തിയത്. ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ, അപ്പച്ചൻ പറഞ്ഞതും രേവതി അടുക്കള ഭാഗത്തേക്ക് ചെന്ന് അവിടെ സാരിയിൽ കുരുത്തു പിടിച്ച് ടെൻഷനോടെ നിൽക്കുന്ന സീതയെ കണ്ടതും അവർ അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. അമ്മ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? സീത ചെറിയ അമർഷത്തോടെ ചോദിച്ചു. നിന്റെ കളി കണ്ട ആർക്കാ ചിരി വരാത്തത്? ഭാവം കണ്ടാ തോന്നും വന്നിരിക്കാൻ ആദ്യമായിട്ടാണ് നിന്നെ കാണാൻ പോകുന്നതെന്ന്. അമ്മയ്ക്കിതെന്താ, പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ? ഇന്ന് എൻ്റെ പെണ്ണ് കാണലല്ലേ? ഓ, ഞാൻ മറന്നുപോയി. എങ്കിൽ പിന്നെ ആ ചായ ട്രേ എടുത്ത് അകത്തേക്ക് വാ. രേവതി പറഞ്ഞതും ആഞ്ഞൊരു ശ്വാസം എടുത്തുവിട്ട് ചായക്കപ്പ് നിറച്ച ട്രേയുമായി സീത ഹാളിലേക്ക് വന്നു. അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയവും ഇല്ലാതില്ല. ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ ഇങ്ങ് വാ മോളെ, ഡേവിഡ് പറഞ്ഞതും സീത ഒരു ചമ്മലോടെ അവർക്കെല്ലാം ചായ കൊടുത്തു. ആൻഡ്രിക്കിന് ചായ കൊടുക്കാൻ നേരം അവൾ അറിയാതെ പോലും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചില്ല. ഇന്ദു വേഗം എഴുന്നേറ്റ് സീതയ്ക്കടുത്തേക്ക് ചെന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ മിഴികൾ അനുസരണയില്ലാതെ ആദിയുടെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. ആദിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എല്ലാവരുടെയും കൂടെയാണ് ഇരിക്കുന്നതെങ്കിലും അവൻ്റെ ശ്രദ്ധയും ഇന്ദുവിലായിരുന്നു. അതെല്ലാം ഇന്ദുവിനൊപ്പം നിന്ന സീത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും എല്ലാവരും അടുത്തുള്ളത് കൊണ്ട് അവൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ആദിയുടെ ഫാമിലിയുമായി ഡേവിഡിന് ബിസിനസ് പരമായ മുൻപരിചയമുള്ളത് കൊണ്ട് തന്നെ അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. ഇനി നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് ഇന്ദുവിൻ്റെ കൈ പിടിച്ചു കൊടുക്കണം. ഒരാലോചന വന്നിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ തരക്കേടില്ലാത്ത ആലോചനയാ. ഇന്ദുവിനോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് അവരോട് വിവരം പറയാമെന്ന് കരുതിയിരിക്കുക. നറുപുഞ്ചിരിയോടെ അപ്പച്ചൻ പറഞ്ഞതും അത്രയും നേരം എല്ലാവരോടൊപ്പം സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആദി പൊടുന്നനെ ചാടി എഴുന്നേറ്റു. ഇന്ദുവിന് വേണ്ടി ആരും പെണ്ണാലോചിച്ച് കഷ്ടപ്പെടണ്ട. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ആദിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കൂടി നിന്ന എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. ആദിയുടെ അച്ഛൻ ദേവനും സുമിത്രയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിപ്പോയി. ഇന്ദു ആണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലോടെയും ജാളിതയോടെയും ചുറ്റുമുള്ളവരെ നോക്കുന്നുണ്ട്. ഡേവിഡ് പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് ചെന്നു. എന്നാൽ അവൻ്റെ മുഖം അപ്പോഴും അപ്പച്ചൻ പറഞ്ഞതോർത്ത് ദേഷ്യത്താൽ വരഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു. അതിന് കാരണം ഒരിക്കൽ പോലും ഇന്ദു തന്നോട് ഇക്കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നില്ല എന്നതായിരുന്നു. മോനെ ദേവ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ? ചെന്നൈയിൽ വെച്ച് നാട്ടുകാർ കാണി രണ്ടും കൂടി പ്രേമിച്ചു നടന്നാൽ ആരും അറിയില്ലെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഡേവിഡ് ചോദിച്ചതും ആദി ചെറുതായൊന്ന് പതറി. അവൻ തലചേരിച്ച് ഇന്ദുവിനെ നോക്കുമ്പോൾ അവളും അതേ ഞെട്ടലിലാണ്. അങ്കിൾ, നിങ്ങളൊന്നും പറയണ്ട. ഞാൻ ഇത്രയും നാളും ഇതിനെപ്പറ്റി ചോദിക്കാതിരുന്നത് നിങ്ങളായിട്ട് എന്നോട് വന്ന് പറയുമെന്ന് വിചാരിച്ചാ. പക്ഷേ ഇനിയും അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്നാ ഞങ്ങളുടെ തീരുമാനം. എന്തു പറയുന്നു രണ്ടുപേരും? ഡേവിഡ് ആദിയോടും ഇന്ദുവിനോടുമായി ചോദിച്ചു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ രണ്ട് വിവാഹവും ഒരു പന്തലിൽ വെച്ച് നടത്താം അല്ലേ? മറുപടി അറിയാൻ ഡേവിഡ് രണ്ടുപേരുടെയും മുഖത്തേക്ക് ഉറ്റുനോക്കി. പെട്ടെന്ന് ആദി ഡേവിഡിൻ്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. സമ്മതമാണെങ്കിൽ. ഒരു നാറ് പുഞ്ചിരിയോടെ ആദി പറയുമ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ അതേ പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അങ്ങനെ വിവാഹ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആയിരുന്നു ആദി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അത് കാണി തൊട്ടു പിന്നാലെ ഇന്ദുവും അവൻ്റെ പുറകെ വെച്ചു പിടിച്ചു. ആദി, പുറകിൽ നിന്നും അവൾ വിളിച്ചതും അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി.
വാട്ട്? ഒട്ടും ഗൗരവം കുറിക്കാതെയാണ് അവൻ ചോദിച്ചത്. ആദി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഈ വിവാഹാലോചനയുടെ കാര്യം. അതല്ലേ, അല്ലാതെ മനഃപൂർവ്വം പറയാതെ ഇരുന്നതല്ല. ആദിയുടെ മുഖത്തെ ദേഷ്യം കാണി അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. ഓ റിയലി? നിന്റെ അച്ഛൻ വന്നിട്ട് നിനക്ക് വേണ്ടി പുതിയ കല്യാണം ആലോചിച്ചപ്പോൾ നിനക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അതാദി, ഞാനും ആകെ ഷോക്ക്ഡായിരുന്നു. പപ്പ പറയുമ്പോഴാണ് ഞാനും എല്ലാം അറിയുന്നത്. നീ ഒറ്റൊരാൾ കാരണമാ. നീ സമ്മതിച്ചിരുന്നെങ്കിൽ അന്തസ്സായി എൻ്റെ പാരൻസിനെയും കൂട്ടി വന്നേനെ നിന്നെ പെണ്ണ് ചോദിക്കാൻ. അവനപ്പോഴും ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. ആദി, ഞാൻ അറിഞ്ഞില്ല പപ്പ ഇങ്ങനെ പറഞ്ഞു കളയുമെന്ന്. എൻ്റെ ഭാഗത്തു കൂടി നിന്ന് ചിന്തിക്കാത്തത് എന്താ ആദി? മനസ്സിലടി, എനിക്ക് ചിന്തിക്കാൻ മനസ്സില്ല. ഇത്രയും നാളും എല്ലാം നീ പറയുന്നത് മാത്രം കേട്ടല്ലേ ഞാൻ കഴിഞ്ഞത്. എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഇതാണ് എൻ്റെ പെണ്ണെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയും പരിചയപ്പെടുത്തണമെന്ന്. അത് ഞാൻ നിന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടോ നീ എന്താ ചെയ്തേ? സമയമായില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്കിൾ അങ്ങനെ പറഞ്ഞപ്പോൾ താന്നു പോയത് എൻ്റെ തലയാ. അതും നീ ഒറ്റൊരാൾ കാരണം. ആദി, ഇന്ദു ദയനീയമായി വിളിച്ചുപോയി. അത് കേൾക്കെ അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ നിന്റെ ലൈഫിൽ? ആൻഡ്രിക്കിന് മുമ്പ് സംഭവിച്ചതുപോലെ ഒരു അബദ്ധം എനിക്ക് പറ്റരുതല്ലോ. അവൻ പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ഇന്ദുവിൻ്റെ തല താഴ്ന്നുപോയി. പറയാൻ അങ്ങനെ വല്ലതുമുണ്ടോ എന്ന് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൾ നിറഞ്ഞ മിഴികളാലി അവനെ തലയുയർത്തിയൊന്ന് നോക്കി. അപ്പോൾ എന്നെ അങ്ങനെയാണല്ലേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇതൊന്നും ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാനും വിചാരിച്ചതല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവളുടെ സ്വരം ഇടർന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വീട്ടുകാരുടെ പൂർണ്ണ സമ്മതം വേണമെന്ന്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടിയും. എൻ്റെ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് ആരും തടസ്സം നിൽക്കില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആദ്യേട്ടൻ്റെ വീട്ടിലോ? അങ്ങനെയാണോ? പോരാത്തതിന് ഞാനൊരു അന്യജാതിയിൽപ്പെട്ട പെൺകുട്ടിയും. എനിക്ക് പേടിയായിരുന്നു എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ. പപ്പയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞവൾ ഒന്ന് നിർത്തി ആദിയെ നോക്കി. ആദ്യേട്ടന് ഈ വിവാഹത്തിന് താല്പര്യമില്ലാച്ച ഞാൻ പറയാം നമ്മുടെ വീട്ടുകാരോട്. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്. അല്ലെങ്കിലും എനിക്കായിരുന്നല്ലോ വാശി. ഞാനല്ലേ പുറകെ നടന്നത്, സ്നേഹം ചോദിച്ചു വാങ്ങിയത്. എല്ലാം എൻ്റെ തെറ്റാ. എനിക്ക് ഈ ലവ് ഒന്നും ചേരില്ല. ഒഴുകി വന്ന കണ്ണുനീർ പുറംകൈ കൊണ്ട് തുടച്ചു മാറ്റി അവൾ പറയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല. ഇന്ദു ഒരു നേർത്ത പുഞ്ചിരി അവന് സമ്മാനിച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ആദ്യം അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവളൊരു ഞെട്ടലോടെ അവനെ നോക്കിയതും ഒരൊറ്റ വലിക്ക് അവൻ അവളെ തൻ്റെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചിരുന്നു. ആദി, എല്ലാം അങ്ങനെ നീ മാത്രം ഏറ്റെടുക്കണ്ട. അതുകൊണ്ടിപ്പോൾ മോൾ കൂടുതലൊന്നും ആലോചിക്കാതെ നമ്മുടെ കല്യാണ ദിവസത്തെപ്പറ്റി മാത്രം സ്വപ്നം കണ്ടാൽ മതി. നിറപുഞ്ചിരിയോടെ ആദി പറയുമ്പോൾ അവൾ ശക്തിയിൽ അവൻ്റെ കയ്യിൽ നിന്നും കുതറിമാറി. ഇല്ല, ഈ കല്യാണം നടന്നാലല്ലേ. ഒഴുകി വന്ന കണ്ണുനീർ വാശിയോടെ തുടച്ചു നീക്കി വല്ലാത്തൊരു ഉറപ്പോടെ അവൾ പറഞ്ഞു. ആദ്യം ഒരു പകപ്പോടെ അവളെ നോക്കിപ്പോയി ആ നിമിഷം. ഇന്ദു, ഞാൻ അന്നേരത്തെ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് അറിയാതെ പറഞ്ഞു പോയതാ, സോറി. അവളുടെ മുഖം കൈക്കുമ്പിൾ കോരിയെടുത്തുകൊണ്ട് ആദി പറഞ്ഞു. എനിക്ക് തൻ്റെ സോറി ആവശ്യമില്ല. വായിൽ വരുന്നത് എന്തും വിളിച്ചു പറഞ്ഞിട്ട് വന്ന് സോറി പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്നാണോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ആദി ഇങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ? അവളൊരു പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചു. ആദി ഒന്നും പറയാനാവാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി. കുറച്ചു മുന്നേ എന്താ പറഞ്ഞത്? എൻ്റെ ഏട്ടന് സംഭവിച്ചതുപോലെ ഒരു അബദ്ധം ആണ് ഞാൻ എന്നല്ലേ? ഇനി എന്തായാലും അതുണ്ടാവില്ല. ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ പറയാൻ കഴിഞ്ഞത് ഭാഗ്യം. ഇന്ദു, നിനക്ക് എന്നെ നന്നായി അറിയാം. ഇന്ന് വരെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നവനല്ലേ ഞാൻ. ഇന്ന് ആദ്യമായി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഒന്ന് ക്ഷമിച്ചൂടെ? അവൻ പറയുമ്പോൾ അവൾക്ക് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. എങ്കിലും അതൊന്നും ഇനി അവൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കില്ല എന്നൊരു വാശി കൂടി അവൾക്കുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ, എല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്താ? എന്തിൻ്റെ പേരിലാണ് എന്നോട് ഇങ്ങനെയൊരു വർത്തമാനം പറഞ്ഞത്? നിങ്ങളെ വെച്ചുകൊണ്ട് കണ്ടവരുടെ പിന്നാലെ പോകുന്നവളല്ല ഈ ഞാൻ. അത് പറയുമ്പോൾ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു. പിന്നെ നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു തോന്നലുണ്ട്, വാൽ തോന്നുന്ന എന്തും വിളിച്ചു പറഞ്ഞിട്ട് ഒരു സോറി പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന്. അത് നിങ്ങളുടെ എന്തോ വലിയ ക്വാളിറ്റിയാണെന്ന്. അങ്ങനെയല്ല. നിങ്ങൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ വീട്ടിലുള്ള ഓരോ സ്ത്രീകളും തയ്യാറാവുന്നത് കൊണ്ട് മാത്രം ഇന്നും കുടുംബങ്ങൾ നല്ല രീതിയിൽ പോകുന്നത്. നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം കാണിച്ചാൽ എന്തോ വലിയ സംഭവമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ കഥകളിലും മറ്റും വായിക്കാൻ കൊള്ളാം.
റിയൽ ലൈഫിൽ അങ്ങനെയല്ല. എന്തായാലും ഇത്രയും നാൾ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് പണ്ടേ ഈ കലിപ്പും ദേഷ്യവും അടിയും പിടിയൊക്കെ പേടിയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പേരിൽ വർഷങ്ങളോളം ഞാൻ എൻ്റെ ഏട്ടനോട് മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലൊരാടൊത്ത് ജീവിക്കാൻ എനിക്കിനി സമ്മതമല്ല. ഇന്ദു തീർത്ത് പറഞ്ഞതും ആദി അടി കെട്ടിയതുപോലെ തറഞ്ഞു നിന്നുപോയി. ബൈ. കൂടുതലൊന്നും പറയാതെ അവൾ അവനെ മറികടന്ന് അകത്തേക്കോടി. അവിടെ കൂട്ടം കൂടിയിരുന്ന് ഓരോന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന വീട്ടുകാരെ കണ്ടതും അവളുടെ ഉള്ളൊന്ന് വിങ്ങിപ്പോയി. എങ്കിലും പറയാനുള്ളത് മൂടി വയ്ക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അവൾക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എല്ലാവരോടുമായിട്ട്. ഇന്ദു പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അവൾക്ക് നേരെ എത്തി. അപ്പോഴേക്കും ആദിയും അവിടേക്ക് എത്തിയിരുന്നു. എന്താ മോളെ, കല്യാണം കാര്യമാണോ? കുസൃതി കലർന്ന സ്വരത്തിൽ അമ്മച്ചി ചോദിക്കുമ്പോൾ അവൾ അതേന്ന് തലയാട്ടി. അത് എനിക്ക് ഈ വിവാഹത്തിന്. ഇന്ദു പറഞ്ഞു തുടങ്ങിയതും പാഞ്ഞു വന്ന ആദി അവളുടെ വാ പൊത്തിപ്പിടിച്ച് തൊട്ടടുത്ത് കണ്ട മുറിയിലേക്ക് അവളെയും പൊക്കിയെടുത്തുകൊണ്ട് പോയി ഡോർ അടച്ചു. ഹാളിലിരുന്ന എല്ലാവരും ഒരു പകപ്പോടെ അവർ പോയ വഴിയെ നോക്കിപ്പോയി. ആദിയുടെ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചമ്മൽ മറച്ചു പിടിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു ആ സമയം.